ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു? ഉത്തരമില്ലാത്ത ചോദ്യം. കേസിന്റെ നിഗൂഢതകളിലേക്ക് വീണ്ടും അന്വേഷണം തിരിയുകയാണ്. കേസിൽ തുടരന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം CJM കോടതി CBIക്ക് നൽകിയ നിർദ്ദേശം. ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിലാണ് നടപടി. സ്വാഗതാർഹമാണ്, സന്തോഷമുണ്ട്. കോടതിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതീവ രഹസ്യമായിട്ട് CBIയുടെ SP-യെ തന്നെ ഏൽപ്പിക്കണം. അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അന്വേഷണം. നമ്മളൊരു സംശയത്തിൻ്റെ നേരിൽ ഒരാളെ തെളിയുന്നവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ തെളിയുന്നവരെ നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ നിർണായക തെളിവുകളാണ് പിതാവ് കോടതിയിൽ സമർപ്പിച്ചത്. ഈ തെളിവുകൾ അന്വേഷണ ചുമതലയുള്ള SP-ക്ക് കോടതി കൈമാറും. ജസ്നയുടെ തിരോധാനത്തിനു പിന്നിൽ അജ്ഞാത സുഹൃത്തിന് ബന്ധമെന്ന സംശയമാണ് പിതാവ് കോടതിയിൽ ഉന്നയിച്ചത്. എല്ലാ വ്യാഴാഴ്ചയും ജസ്ന പോകാറുള്ള പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വെച്ചാണ് യുവാവിനെ പരിചയപ്പെട്ടതെന്നാണ് പിതാവ് പറയുന്നത്. കാണാതായ ശേഷം വീട്ടിൽ നിന്ന് കിട്ടിയ വസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു. ഇത് ജസ്ന ഗർഭഛിദ്രം നടത്തിയതുകൊണ്ടാകാം എന്ന സംശയവും പ്രകടിപ്പിച്ചു. ചില ചിത്രങ്ങളടക്കമുള്ള തെളിവുകളാണ് പിതാവ് നൽകിയത്. ഈ തെളിവുകളും CBIയുടെ കേസ് ഡയറിയും കോടതി ഒത്തുനോക്കി. പിതാവ് ഉന്നയിച്ച തെളിവുകളിൽ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ബോധ്യമായതോടെയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.